നമ്മുടെ യുവത്വം എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് എത്തിപ്പെടുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പിയർ ഗ്രൂപ്പ് പ്രഷറാണ്. ഒരു വലിയ മെജോറിറ്റി ഈ ലഹരിക്ക് അടിമപ്പെടുന്നത് ഒന്ന് ഹീറോ ആയി മാറാൻ വേണ്ടി, കുട്ടികളുടെ ഇടയിൽ ആളായി മാറാൻ വേണ്ടി, ഒന്ന് മെയിൻ ആവാൻ വേണ്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി പിയർ ഗ്രൂപ്പ് പ്രഷർ കൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. വൺസ് അവർ നമ്മുടെ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർ അതിൽ അഡിക്റ്റായി മാറുന്നു. അവർ അതിനേക്കാൾ ഡോസ് കൂടിയ ടോളറൻസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഡോസ് കൂടിയ സബ്സ്റ്റൻസുകൾ കൺസ്യൂം ചെയ്യുന്നു. ഈ ഒരു ലെവലിലേക്കാണ് കുട്ടികൾ എത്തുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് പരിഹാരമാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. യെസ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ഇതിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ പാരൻറ്റിങ് വലിയ ഒരു ഫാക്റ്റാണ്. അഥവാ കുട്ടികൾക്ക് ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ്, ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളോട്ട് ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവർ ഇത്തരത്തിൽ ട്രാപ്പിലേക്ക് അകപ്പെടാനുള്ള ഒരു കാരണമായി ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്. അഥവാ കുട്ടികൾക്ക് ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് രക്ഷിതാക്കളോട്ട് കുറവാണ്. ഒരു 13 വയസ്സ് മുതൽ 19-20 വയസ്സ് വരെയുള്ള കുട്ടിയോട് രക്ഷിതാക്കൾ ഫ്രണ്ടായി മാറണം എന്നാണ് നമ്മൾ പറയുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടിയോട് നമ്മൾ പറയും മോം ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് എ ഗേൾ, ഡാഡ് ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് എ ബോയ് എന്നൊക്കെ പറയും. ഇത് പറയുന്നുണ്ട്. പക്ഷേ സാറൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഫ്രണ്ടാണെങ്കിൽ, രക്ഷിതാവ് ഒരു കുട്ടിയുടെ ഫ്രണ്ടാണെങ്കിൽ ഈ കൗമാരപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് അബ്യൂസിലേക്കും മറ്റും കുട്ടികൾ പോവുമോ? ഒരിക്കലും പോവില്ല. കാരണം അവർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കളോട് അവർ പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുട്ടി, എൻ്റെ ഉപ്പക്ക്, എൻ്റെ അച്ഛന്, എൻ്റെ അമ്മക്ക് ഇഷ്ടമില്ലാത്ത തെറ്റാണെന്ന് പഠിപ്പിച്ച കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത് എൻ്റെ രക്ഷിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു ഇൻസൈറ്റ് കുട്ടികൾക്ക് ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അതിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കും. അതായത് അപ്പോൾ ഹീറോയിസം വലുതാവില്ല. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ മാതാപിതാക്കളും നമ്മളെ ഫാമിലിയും ആയിരിക്കും ആ കുട്ടിക്ക് വലുതായിട്ട്. അതെ, ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവയർനെസ് ക്ലാസ്സുകളും മറ്റു ബോധവൽക്കരണ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർക്കത് ഉള്ളിൽ കൊള്ളും. അഥവാ ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഗിൽറ്റി ഫീൽ ചെയ്യും. ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച്, എൻ്റെ അമ്മയെ വേദനിപ്പിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മളൊക്കെ പല ക്ലാസ്സുകളിലും ലാസ്റ്റ് ഇമോഷണലായിട്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പല കുട്ടികളും പൊട്ടിക്കരഞ്ഞ് ക്ലാസ്സിന് ശേഷം വന്നിട്ട് നമ്മളോട് പറയും, സാറേ അത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പെട്ടുപോയി. രക്ഷിതാക്കൾക്ക് താല്പര്യമില്ലാത്ത പല പ്രണയങ്ങളും, ഇൻ്റർകാസ്റ്റ് പ്രണയങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. എൻ്റെ ഉപ്പക്ക് ഉമ്മക്ക് ഇഷ്ടമല്ല, അവരോട്ട് വല്ലാത്ത അറ്റാച്ച്മെൻ്റാണ്. അവർക്ക് ആ ഒരു ഉണർവ് ലഭിക്കണമെങ്കിൽ ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ രക്ഷിതാക്കൾ, പാരൻറ്റിങ് വളരെ മർമ്മപ്രധാനമാണ്. സാറേ, ജനിച്ചു വീഴുന്ന ഒരു കുട്ടി നല്ല കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. അവൻ്റെ എൻവിറോൺമെൻറ്റാണ് അവനെ നാശാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂജൻ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പാരന്റിങ്ങിൽ കൃത്യമായ മാറ്റം നമ്മുടെ രക്ഷിതാക്കൾ വരുത്തണം എന്നാണ്. അതായത് ലഹരിക്ക് അടിമപ്പെട്ടാൽ രക്ഷിതാക്കൾ ആദ്യം പറയാം സമൂഹത്തിന്റെ പോക്കുകൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല ഇതിലുള്ളത്. നമ്മളെ വീട്ടിലുള്ളവരും അതിന് കാരണക്കാരാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. നിങ്ങൾ ആലോചിച്ചാൽ മതി. എപ്പോഴും നിങ്ങളുടെ കുട്ടിയെ കൂടെ നിൽക്കുക. ഇത് ഒരു അടിമപ്പെട്ട കുട്ടിയാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവന് റിക്കവറി ഉണ്ടാവും, അവൻ്റെ ജീവിതം തിരിച്ചു കിട്ടും. അത്രമാത്രം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.